ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെന്നൈക്ക് പോകുന്ന വീഡിയോ ആണ്. എൻ്റെ കൂടെ ധനേഷും ഹരിയുമുണ്ട് ഫ്ലൈറ്റിൽ. ഇത് ഞാൻ കുറച്ചു കാലം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്, ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ആലുവക്ക് മെട്രോ കയറി അവിടെ നിന്ന് ഇലക്ട്രിക് ബസ്സിൽ ഡൊമസ്റ്റിക്കിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടവർ ഇറക്കി. നേരത്തെ എത്തിയത് കൊണ്ടും ചെക്ക് ഇൻ നേരത്തെ കഴിഞ്ഞതുകൊണ്ടും ഓട്ടോമാറ്റിക്കായി ഞങ്ങളുടെ ഫ്ലൈറ്റും ഡിലേ ആയി. കട്ട പോസ്റ്റ്. പക്ഷേ പോസ്റ്റിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ഞങ്ങൾ നടന്നു, റീൽസ് എടുത്ത് നടന്ന് അവസാനം എത്തിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. നമുക്ക് ഓരോന്ന് അരങ്ങുളം കൂടി കാച്ചാലോ എന്നൊരു തോന്നൽ. ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഊക്കൻ ആംബിയൻസ്. 2-3 തവണ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിൽ ഇതാദ്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അങ്ങ് വിശക്കാൻ തുടങ്ങി. അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്നുള്ളൊരു ആലോചന വന്നെങ്കിലും കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവ് ചിക്കിങ്ങിലാണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ ചിക്കിങ്ങിൽ നിന്ന് ഓരോരോ ബർഗറും കഴിച്ച് പട്ടി ഷോ കാണിച്ച് ഞങ്ങൾ നടന്നു. അങ്ങനെ ദുബായിൽ നിന്നും കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന സ്പൈസ് ജെറ്റ് വിമാനം കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഇതുവരെ ട്രാവൽ ചെയ്തിട്ടുള്ള മറ്റു ഫ്ലൈറ്റുകളെ അപേക്ഷിച്ച് സ്പൈസ് ജെറ്റ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല സീറ്റിംഗ് കപ്പാസിറ്റി, അത്യാവശ്യം അധികമില്ല, അത്യാവശ്യം ലെഗ് സ്പേസ്. അങ്ങനെ നമ്മുടെ സ്പൈസ് ജെറ്റ് വിമാനം പതുക്കെ മൂവ് ചെയ്ത് പറന്നുയരാൻ തുടങ്ങി. പുറത്തൊക്കെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ. എറണാകുളം മൊത്തം ലൈറ്റ്സിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ സ്പൈസ് ജെറ്റിൻ്റെ സ്പൈസ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ കയറി നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ കാണാം കേട്ടോ. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. പിന്നെ എന്തൊക്കെയാണ് ആവശ്യമില്ലാത്ത പുസ്തകങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ നോക്കിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. അവന്മാർ നാച്ചോസ് ആൻഡ് സൽസ ഡീപ്പ് എന്ന് പറഞ്ഞിട്ട് 150 രൂപയുടെ 2 പാക്കറ്റ് വാങ്ങിച്ചു. ഞാനൊരു ബോക്സ് നട്ട്സ് വാങ്ങിച്ചു 200 രൂപയുടെ. അങ്ങനെ മൊത്തം 500 രൂപക്ക് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടി. കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് എല്ലാം അവർ തന്നെ വന്ന് കളക്ട് ചെയ്യുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ദുബായിൽ നിന്നും ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിന് അത് വലിയൊരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നി. രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ പുറത്തെ ഇരുട്ടുമായിട്ട് പാസഞ്ചേഴ്സിന് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കൂടി വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, വേറെയും കുറേ റീസൺസ് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തി. നൈറ്റ് ചെന്നൈ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. ഞങ്ങൾ എയറോ ബ്രിഡ്ജ് വഴി പുറത്തേക്ക് ഇറങ്ങി. അതാണ് ഞങ്ങൾ വന്ന ഫ്ലൈറ്റ്. അതുകൂടാതെ നല്ല ഭംഗിയുള്ളൊരു നടരാജ വിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലഗേജ് എല്ലാം വന്നു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് യാത്രയായി.